വിശദമായി നോക്കാം. സർക്കാരിനുള്ള പിന്തുണയിൽ ഉറച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ സർക്കാരിനുള്ള പിന്തുണ രാഷ്ട്രീയ നിലപാടല്ലെന്നും പ്രതിനിധി സഭാ യോഗത്തിന് ശേഷം സുകുമാരൻ നായർ പറഞ്ഞു. സമദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള കാരണങ്ങൾ പ്രതിനിധി സഭാ യോഗത്തിൽ ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു. രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഇതൊരു നിലപാടാണ്. ഇത് മന്നത്ത് പത്മനാഭനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ. സമദൂരത്തിൽ എവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്? സർക്കാരിന്റെ ഒരു പിന്തുണ മാറ്റം ഇല്ല. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാരിനോട് പങ്കെടുക്കുകയും സർക്കാരിന്റെ വലിയ ആശ്വാസമാവുകയും ചെയ്തു. അപ്പൊ അത് രാഷ്ട്രീയ നിലപാട് മാറ്റമായി കാണുന്നു. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമേ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അവിടെ നമ്മൾ സമദൂര നിലപാട് തന്നെയാണ്. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. സുകുമാരൻ നായരുടെ നിലപാടിന് പ്രതിനിധി സഭ അംഗീകാരം നൽകി. പുതിയ നിലപാടിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും വിശ്വാസി പക്ഷത്താണ് NSS എന്നും അംഗങ്ങൾ നിലപാടെടുത്തു. നിലവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട നിലപാടാണ്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സമുദായത്തിന്റെ തീരുമാനം എടുക്കാൻ അദ്ദേഹത്തെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. NSSന്റെ നിലപാട് കൃത്യമായി പറഞ്ഞു. നിലപാടിലൊന്നും ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഫലത്തിൽ സർക്കാരിന് ഒരു പിന്തുണയായിട്ടല്ലേ വരുന്നത്? അങ്ങനെയല്ലോ. NSSന്റെ നിലപാടിൽ ഒരു വ്യത്യാസം വരുത്തിയില്ല എന്നാ പറഞ്ഞു. അല്ല, അത് ശബരിമല വിഷയത്തിലല്ലേ. ശബരിമല വിഷയത്തിൽ അങ്ങനെ തന്നെ. അതേസമയം NSSന്റെയും SNDPയെയും തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഇരു സമുദായങ്ങളുടെയും നിലപാടിൽ ആശങ്കയില്ലെന്നും അവർക്ക് അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകാമെന്നും സതീശൻ പ്രതികരിച്ചു. അതിനിടെ VD സതീശന്റെ നിലപാടിനെ തള്ളിയും സുകുമാരൻ നായരെ പിന്തുണച്ചും കോൺഗ്രസ് ജനപ്രതിനിധികളും രംഗത്തെത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാധ V നായർ, കോട്ടയം നഗരസഭ വൈസ് ചെയർമാൻ ഗോപകുമാർ തുടങ്ങിയവരാണ് NSS നിലപാടിനൊപ്പം രംഗത്ത് വന്നത്. ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്, രാഷ്ട്രീയ തീരുമാനമാണ്. ഇവരുടെ കപട ഭക്തി കാണിക്കുന്ന ഈ അയ്യപ്പ സംഘവുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കില്ല. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഞങ്ങൾ ഒരു പ്രീണന നയം ഞങ്ങളുടേതില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ CPM ആ പ്രീണന നയവുമായി പോവുകയാണ്. ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിനെ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കില്ല. ഉറച്ച മതേതര നിലപാടുമായി കേരളത്തിലെ UDF മുന്നോട്ട് പോകും. അവരുടെ നിലപാട് അവർക്കെടുക്കാം. അതൊരു സമുദായ സംഘടനയാണ്, അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ അവരെടുക്കുന്ന നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല, ആരോപണം ഉന്നയിച്ചിട്ടില്ല, ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അവർക്കെല്ലാം ഇഷ്ടംപോലെ ആളുകൾ പോയി, ചിലർ പോയില്ല. ഇപ്പോൾ ബ്രാഹ്മണ സഭ പോയില്ല, യോഗക്ഷേമ സഭ പങ്കെടുത്തില്ല. അതൊക്കെ ഓരോ സംഘടനയുടെ തീരുമാനമാണ്. അതിന് NSS എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞങ്ങളല്ലല്ലോ പറയുന്നത്. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, NSSന്റെ രാഷ്ട്രീയ നിലപാട് സമദൂരം തന്നെ എന്ന് പറയുന്നു ജി സുകുമാരൻ നായർ. പക്ഷേ സർക്കാരിനെ അനുകൂലിക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിലപാടിലും നടപടിയിലും. NSSന്റെ സമദൂരം നിലപാട് ശരിദൂരമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്താണ് വായിച്ചെടുക്കേണ്ടത് നമ്മൾ? സർക്കാരിന് പരിപൂർണ പിന്തുണ എന്ന NSSന്റെ നിലപാട് അത് ഫലത്തിൽ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ ചേർന്ന നായർ പ്രതിനിധി സഭകളും സഭാംഗങ്ങളും അതിന് പരിപൂർണ പിന്തുണയുമായി രംഗത്തെത്തി എന്നുള്ളതാണ്. അതായത് പലയിടത്തും പല ഫ്ലെക്സ് ബോർഡുകൾ, ചില കണയന്നൂർ കരയോഗാംഗങ്ങളുടെ പ്രതിഷേധങ്ങൾ, അങ്ങനെ ചിലയിടത്തു നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ മാറ്റി നിർത്തിയാൽ അതിനെയും പരിപൂർണമായും തള്ളുകയാണ് ജി സുകുമാരൻ നായർ ചെയ്യുന്നത്. അതൊക്കെ തനിക്ക് പബ്ലിസിറ്റി ഉണ്ടായിക്കൊള്ളട്ടെ അതുമൂലം എന്ന് മാത്രം അദ്ദേഹം പറയുകയാണ്. സുകുമാരൻ നായർ ഒന്നുകൂടി വളരെ കൃത്യമായി പറയുന്നത്, ഇതൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ നിലപാടാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പമല്ല തങ്ങൾ എന്നുകൂടി പറയുകയാണ്. അതായത് ഇത് വെച്ച് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല എന്ന യോഗത്തിൽ പറഞ്ഞ സുകുമാരൻ നായർ പുറത്തു വന്ന് പറഞ്ഞത് ഇതൊരു
രാഷ്ട്രീയ നിലപാടാണ്, പക്ഷേ അതേതെങ്കിലും പാർട്ടിക്കൊപ്പമല്ല. അതായത് സർക്കാർ ശബരിമല വിഷയത്തിൽ ഒരു നിലപാടെടുത്തു, അതിനൊപ്പം നിൽക്കുകയാണ്, വിശ്വാസികൾക്കൊപ്പം എന്നുള്ളതാണ് NSSന്റെ എക്കാലത്തെയും നിലപാട്. ഇപ്പോൾ സർക്കാർ ആ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ശബരിമല വിഷയത്തിൽ. അതുകൊണ്ട് ഫലത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. ഇത് LDF എന്നോ UDF എന്നോ ഇല്ല, സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് എന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനടക്കം ഒരു തിരിച്ചടിയുള്ളത് ഇതിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി സഭാ അംഗങ്ങൾ അടക്കം രാധാ ബി നായർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ഒപ്പം തന്നെ കോട്ടയം നഗരസഭ വൈസ് ചെയർമാൻ ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ NSSനൊപ്പമാണ്, സമുദായത്തിനൊപ്പമാണ് തങ്ങൾ എന്ന നിലപാട് പറയുന്നത്. അവർ കോൺഗ്രസിനെ തള്ളിപ്പറയുന്നില്ല, പക്ഷേ ഫലത്തിൽ അത് കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടായി കൂടി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പിന്തുണ അറിയിച്ചു, അതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു യോഗത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ വിഷയം പറയാൻ ഒരു സംഘടനാ നേതാക്കളും കോൺഗ്രസോ അല്ലെങ്കിൽ BJPയുടെ ഒന്നും ആരും വരണ്ട, അല്ലാതെ ആളുകൾക്ക് സ്വാഗതമുണ്ട്, പക്ഷേ ഈ വിഷയവുമായി ആരും ഇനി ഇങ്ങോട്ട് വരണ്ട. NSSന് ഇക്കാര്യത്തിൽ സുചിന്തിതമായ നിലപാടാണ് ഉള്ളത് എന്ന് സുകുമാരൻ നായർ അവസാനം പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇനിയൊരു അനുനയ ശ്രമങ്ങൾക്കും സാധ്യതയില്ല എന്നുകൂടി സുകുമാരൻ നായർ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്ത് കാണാനുള്ളത്. എന്തായാലും രാഷ്ട്രീയമായ ഫലത്തിൽ നമ്മൾ നോക്കിക്കാണിക്കുമ്പോൾ സമദൂരത്തിലെ ശരിദൂരം എന്ന കുറച്ചു കാലം മുമ്പ് NSS നിലപാടെടുത്തിരിക്കുന്നു. അതായത് അതൊരു രാഷ്ട്രീയ പാർട്ടിയെ ഫലത്തിൽ UDFനെയൊക്കെ പിന്തുണച്ചുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ അത് ഫലത്തിൽ രാഷ്ട്രീയമായി വായിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുക LDFനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തുടരുന്നു. അത് കേവലം വ്യക്തിപരമായ സുകുമാരൻ നായരുടെ പ്രതികരണമല്ല എന്നുകൂടി കാണിക്കാനാണ്. മറ്റംഗങ്ങൾ സാധാരണ ഇങ്ങനെ വന്ന് പ്രതികരിക്കുന്ന രീതിയില്ല, ഇവിടെ പ്രതികരിച്ചതിന് പിന്നിലും സുകുമാരൻ നായർ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഫലത്തിൽ എന്തായാലും UDFന് വലിയ തിരിച്ചടി, ഒപ്പം തന്നെ വാക്ക് പാലിക്കാത്തവരാണ് BJP എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPക്കും ഇതിൽ രാഷ്ട്രീയമായൊരു തിരിച്ചടി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ LDFന് നേട്ടമായി മാറുകയും ചെയ്യുന്നു NSSന്റെ നിലപാട്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ UDFനും കോൺഗ്രസിനും ഇതൊരു തിരിച്ചടി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ആശങ്കയില്ല എന്നുള്ള ഒരു നിലപാടുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. നമ്മളത് കേട്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷേ അതിനിടെ ഈ VD സതീശനെ തള്ളിക്കൊണ്ട് കോൺഗ്രസിന്റെ മറ്റ് ജനപ്രതിനിധികളൊക്കെ കോട്ടയത്ത് രംഗത്ത് വരുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടല്ലോ. തീർച്ചയായും അവർ NSSന്റെ നായർ പ്രതിനിധി സഭാ അംഗങ്ങളാണ്. സ്വാഭാവികമായുള്ള പ്രതികരണം എന്നേ തൽക്കാലം നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മറ്റു പലരും ഇതിൽ ഒരുപക്ഷെ BJPയുടെയൊക്കെ പല നേതാക്കളുമുണ്ട്, അങ്ങനെ ആരുടെയും പ്രതികരണം ഇവിടെ കണ്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളാണ് അങ്ങനെ പരസ്യമായ ഒരു നിലപാടെടുത്ത് രംഗത്ത് വന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം VD സതീശൻ ഇതിനപ്പുറത്തേക്ക് ഒരു നിലപാട് ഇപ്പോൾ എന്തായാലും പറയാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. പല നേതാക്കളും ഇക്കാര്യത്തിൽ മൗനം തുടരുന്ന സാഹചര്യവും ഉണ്ട്. രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കളൊക്കെ NSSുമായി വളരെ ചേർന്ന് നിൽക്കുന്നവരാണ്. അവർക്കൊക്കെ ഒരു മറുപടി പറയാൻ, കാര്യമായൊരു പ്രതികരണം ഇതിനെതിരെ NSS അവരുടെ നിലപാടെടുത്തോട്ടെ എന്നൊന്നും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ സ്ഥലത്തെ MPമാർ ഈ സ്ഥലത്ത് ഉള്ള MP കൂടിയാണ്, അദ്ദേഹം ഉൾപ്പെടെ ജനറൽ സെക്രട്ടറിയുമായി വന്ന് കൂടിയാലോചന നടത്തിയിരുന്നു. അവരൊക്കെ കാലങ്ങളായി ബന്ധമുള്ളവരാണ് NSSുമായി. അതുകൊണ്ട് തന്നെ സതീശനും NSSും തമ്മിൽ അല്ലെങ്കിൽ സഭകളും തമ്മിലൊക്കെയുള്ള അകലം കുറച്ച് കാലമായി ഉണ്ടായിരുന്നതാണ്. സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂനപക്ഷ വോട്ട് മതി UDFന് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമടക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യമായി രംഗത്ത് വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമില്ല എന്ന് സുകുമാരൻ നായർ പറയുമ്പോഴും അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയുന്നതല്ല NSSന്റെ ഈ നിലപാട് മാറ്റത്തെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ NSSും SNDPയും വീണ്ടും കുറച്ചു കാലത്തിന് ശേഷം ഒരേ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രത്തോളം രാഷ്ട്രീയപരമല്ലാത്ത ഒരു നിലപാട് അല്ലെങ്കിൽ സമദൂരത്തിൽ തന്നെയുള്ള ഒരു തരത്തിലെ നിലപാട് പ്രഖ്യാപനമാണ് ഇപ്പോൾ NSSന്റെ ഭാഗത്തു നിന്ന് വന്നത് എന്നുള്ളത് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ NSSന്റെയും SNDPയുടെയും നിലപാടിൽ ആശങ്കയില്ല എന്ന് പറയുമ്പോഴും പറഞ്ഞുകൊണ്ട് VD സതീശൻ രംഗത്തെത്തുമ്പോൾ അദ്ദേഹത്തെ തള്ളിക്കൊണ്ട്, സതീശന്റെ നിലപാടിനെ തള്ളിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ രംഗത്തെത്തിയ സാഹചര്യത്തെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായരാണ് ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത്. സതീശനെ തള്ളിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കിയത്. പ്രതികരണത്തിലേക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരത്തെയാണ് ഞാൻ, പക്ഷേ സമുദായത്തിന്റെ നിലപാട്, സമുദായത്തിന്റെ ശക്തമായ നിലപാട്. അതെ, അല്ല അങ്ങനെയല്ല.
ഞാൻ വിശ്വസിക്കുന്ന ആ NSS എന്ന് പറയുന്നത് എൻ്റെ ജീവാത്മാവാണ്. രാഷ്ട്രീയത്തിലുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരി, അറിയാലോ നിങ്ങൾക്കൊക്കെ. ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ നിലപാട്, അത് രാഷ്ട്രീയ നിലപാടാണോ? ആചാരത്തിൻ്റെ നിലപാടാണ്. ആചാരത്തിൻ്റെ നിലപാട് തെരഞ്ഞെടുപ്പുള്ള ഒരു ഇത് പ്രതിഫലിക്കും അല്ലേ? അനുകൂലമായി വരുമോ? എന്തോ LDF അനുകൂല നിലപാട് തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലേ? കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചതോടെ പറയുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതിപ്പം എന്തോ സാഹചര്യത്തിന്റെ കൊണ്ട് പറഞ്ഞതായിരിക്കാം. അങ്ങനെയൊന്നും നടന്നതായിട്ട് പകത്തുള്ള ആളല്ലേ? ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.